ഹായ് ഹലോ വെൽക്കം ടു അറിവോല ലേണിംഗ് ദ കംപ്ലീറ്റ് ചാനൽ ഫോർ ടീച്ചേഴ്സ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക, അതിന്റെ താരതമ്യ ബോക്സ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ വളർച്ചയുടെ ഘട്ടങ്ങൾ, ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല, എന്നിരുന്നാലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ മുൻ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഇതിന് 1-2 മാർക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ വളർച്ചയും വികാസവും എന്ന ടോപ്പിക്കിൽ വികാസഘട്ടങ്ങൾ, വികാസ സിദ്ധാന്തങ്ങൾ, ഈ രണ്ട് മേഖലയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷനിലേക്ക് നോക്കാം. വികാസഘട്ടങ്ങൾ മെയിൻ ആയിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. പ്രസവത്തിന് മുമ്പുള്ള വികാസം, പ്രിനാറ്റൽ ഡെവലപ്മെന്റ്, ശേഷം ശൈശവഘട്ടം. കുട്ടിക്കാലം 3 ടൈപ്പ് ഉണ്ട്. ടൊഡ്ലർഹുഡ്, ജനിച്ച് 2 വയസ്സ് വരെ, ഏർലി ചൈൽഡ്ഹുഡ് 3 to 5 വയസ്സ് വരെ, ദെൻ മിഡിൽ ചൈൽഡ്ഹുഡ് ആൻഡ് ലേറ്റർ ചൈൽഡ്ഹുഡ് ഒരു 6 മുതൽ 11 വയസ്സ് വരെ, ദെൻ കൗമാരം, അഡോളസൻസ് 12 മുതൽ 19, ഏകദേശം ആ ഒരു ടീനേജ് പ്രായം എന്ന് പറയുമല്ലോ, അതുവരെയാണ്. ഇപ്പൊ ഇതുവരെയുള്ളൂ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് കാറ്റഗറി 1 എഴുതുന്നവർക്ക് കേട്ടോ. പിന്നുള്ളതാണ് യൗവനം, അഡൾട്ട്ഹുഡ്, 20 to 21 ഏജ്, ആ ഒരു മെയിനായിട്ട് ആ പ്രായത്തിനാണ് പറയുക. ഇതിൽ തന്നെ ഇയർലി അഡൾട്ട്ഹുഡ് ഉണ്ട്, 20 മുതൽ 30 വയസ്സ് വരെ, ദെൻ 40 മുതൽ 50 വയസ്സ് വരെ മിഡിൽ അഡൾട്ട്ഹുഡ്, ദെൻ ലേറ്റ് അഡൾട്ട്ഹുഡ് 50 to 60 ആ റേഞ്ചിൽ വരെ. പിന്നുള്ളതാണ് വാർദ്ധക്യം, ഓൾഡ് ഏജ് ടു ഒരു 17 മുതൽ നമ്മളൊരു ജീവിതാവസാനം വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനാണ് വാർദ്ധക്യം എന്നും കൊണ്ടും പറയുന്നത്. സോ ഇനി ഈ വികാസഘട്ടങ്ങളിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഒന്നാമതായിട്ട് പ്രസവത്തിന് മുമ്പുള്ള വികാസം, പ്രിനാറ്റൽ ഡെവലപ്മെന്റ്. ഗർഭധാരണം സംഭവിക്കുകയും വികാസം ആരംഭിക്കുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ എല്ലാ പ്രധാന ഘടകങ്ങളും രൂപം കൊള്ളുന്നു. അമ്മയുടെ ആരോഗ്യം പ്രാഥമിക പരിഗണനയാണ്. പോഷകാഹാരം, രോഗങ്ങൾ, അണുബാധ തുടങ്ങിയ ഘടകങ്ങൾ നിർണായകമാണ്. ശൈശവാവസ്ഥയും കുട്ടിക്കാലവും, ജീവിതത്തിലെ ആദ്യത്തെ 1.5 വർഷം മുതൽ 2 വർഷം വരെ നാടകീയമായ വളർച്ചയും മാറ്റവുമാണ്. ഒരു നവജാത ശിശു നല്ല കേൾവിശക്തിയുള്ളതും എന്നാൽ വളരെ മോശമായ കാഴ്ചശക്തിയുള്ളതുമായ, താരതമ്യേന കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പിഞ്ചു കുഞ്ഞായി രൂപാന്തരപ്പെടുന്നു. ഈ ഒരു ഘട്ടങ്ങളാണ് ശൈശവാവസ്ഥയും കുട്ടിക്കാലവും. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനുള്ളതല്ലോ കേട്ടോ. ശേഷം ചൈൽഡ്ഹുഡിലേക്ക് വരുന്ന ടൈമിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമതാണ് ഇയർലി ചൈൽഡ്ഹുഡ്. അതിൽ വരുന്നതാണ് പ്രീ സ്കൂൾ വർഷങ്ങൾ എന്നാണ് ഈ ഘട്ടത്തെ കണക്കാക്കുന്നത്. ഇത് ഒന്ന് നോട്ട് ചെയ്യണം. അത് ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. പ്രീ സ്കൂൾ വർഷങ്ങൾ എന്ന് വെച്ചിട്ട് ഒന്ന് ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റാണ് ശിശുത്വ തുടർന്നുള്ളതും ഔപചാരികമായ സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുമ്പുള്ളതുമായ വർഷങ്ങൾ. 3 മുതൽ 5 വയസ്സ് വരെ ഭാഷാവികാസത്തിൻ്റെയും സ്വയം ബോധത്തിൻ്റെയും പ്രാരംഭഘട്ടമാണ്. പ്രീ ഗ്യാങ് ഏജ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഈ ഒരു സാധനം കൂടെ ഒന്ന് നോട്ട് ചെയ്യണേ. ഇതും അങ്ങനെ എക്സാമ്പിൾ ചോദിച്ച് വരാറുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസിലൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടുവരാറുള്ള ഒന്നാണ്. 6 മുതൽ 11 വയസ്സ് വരെയുള്ള പ്രായമാണ് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. സമപ്രായക്കാരുമായും സഹപാഠികളുമായും ഇടപഴകുന്നു. കുടുംബത്തിന് പുറത്തുള്ള സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഗ്യാങ് ഏജ്, പ്രൈമറി സ്കൂൾ സ്റ്റേജ്, ഇതൊന്ന് നോട്ട് ചെയ്യണേ, ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് അവസാന ചൈൽഡ്ഹുഡിൽ വരുന്ന സമലിംഗക്കാരുമായിട്ട് കൂട്ടുകൂടുന്ന പ്രായം. പിന്നെ കൗമാരത്തിലേക്ക് നോക്കുന്ന ടൈമിൽ മൊത്തത്തിലുള്ള ശാരീരിക വളർച്ചയുടെയും ലൈംഗിക പക്വതയുടെയും അടയാളപ്പെടുത്തുന്ന നാടകീയമായ ശാരീരിക മാറ്റങ്ങളുടെ കാലഘട്ടമാണ് കൗമാരം. സമ്മർദ്ദങ്ങളുടെ കാലഘട്ടം എന്നും അറിയപ്പെടുന്നു. ഈ ടൈമിൽ നമുക്ക് ഈ അഡ്വൈസസ്, ഉപദേശങ്ങളൊന്നും കേൾക്കാൻ നമുക്ക് തീരെ പറ്റൂല. അതുപോലെ എപ്പോഴും ഒരു ചോരത്തളപ്പ് കൂടുതലായിരിക്കും. വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, അതേപോലെ സാഹസികത, ഒരു സേവന മനോഭാവം, ഇതെല്ലാം തന്നെ ഈ കൗമാരത്തിന്റെ അനുകൂല ഘട്ടങ്ങളാണ്. ഈ യൗവനത്തിലേക്ക് വരുന്ന ടൈമിൽ ഭാവിയിൽ നമ്മൾ ഒന്നുകൂടി ഫ്യൂച്ചറിനെ പറ്റിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഒരു കുറച്ചുകൂടെ ഒന്ന് മെച്യൂർഡ് ആയിട്ട് ചിന്തിക്കും. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ആശങ്കപ്പെടുക, ഒരു നല്ലൊരു പാർട്ട്ണറെ എല്ലായിടത്തും ഒരു പരിഗണന കിട്ടുക, ഒരു സ്നേഹവും, അതുപോലെ തന്നെ നമ്മൾ ജോലി അല്ലെങ്കിൽ നമ്മളെ കരിയർ സേഫ് ആക്കുന്നതിനെ പറ്റിയിട്ടായിരിക്കും ഈ ഒരു ടൈമിൽ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ അതിനൊക്കെയായിരിക്കും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. 30കളുടെ അവസാനം മുതൽ 60കളുടെ പകുതി വരെ ആ ഒരു സെക്ഷനാണ് മിഡിൽ അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ടൈമിൽ പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട്, അതുപോലെ നമ്മളെ കരിയറിൻ്റെ ഒക്കെ പീക്ക് ലെവലിലായിരിക്കും ഈ ഒരു ടൈമിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അങ്ങനത്തെ കുറേ സെക്ഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും പണ്ടത്തേനെയും കാട്ടിയൊക്കെ. ശേഷം നമ്മളെ ജീവിതത്തിന്റെ അവസാന ഘട്ടമായ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ടൈമിൽ സ്വയം തീരുമാനമെടുത്ത് പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ ഒരു വിശ്രമ ജീവിതം
ജീവിതമായിരിക്കും പിന്നീട് നമ്മൾ അങ്ങോട്ട് നയിക്കുന്നത്. എല്ലാവിധ ഭാരങ്ങളും, കുടുംബഭാരമാണെന്നുണ്ടെങ്കിലും ജോലിയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നുള്ള സ്ട്രെസ് എല്ലാത്തും ഇറക്കി വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടൈമും കൂടിയാണ് ഇത്. ഇനി പറയാൻ പോകുന്ന സെക്ഷൻ അതുപോലെ ബൈഹാർഡാക്കി വെക്കേണ്ടതാണ്. ഓരോരുത്തരുടെ തിയറീസും അത് ആരൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഈ തിയറീസും അത് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പേര് അതുപോലെ തന്നെ ബൈഹാർട്ടാക്കിയിട്ട് വെക്കുക. നമുക്ക് നോക്കാം. ശാരീരിക വികാസം, ആ ഒരു തിയറിയെ പറ്റി പറഞ്ഞത് എലിസബത്ത് ഹെർലോക്ക് ആണ്. അതുപോലെ വൈജ്ഞാനിക വികാസം, വൈജ്ഞാനികം എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ബ്രൂണർ പിയാഷെ. സാമൂഹിക വികാസം എറിക്സൺ. സാൻമാർഗിക വികാസം കോൾബർഗ്. വൈകാരിക വികാസം കാതറിൻ ബ്രിഡ്ജസ്. വൈകാരിക ബുദ്ധി വികാസം ഡാനിയൽ ഗോൾമാൻ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകാരിക വികാസം, വൈകാരിക ബുദ്ധി വികാസം. ശേഷം ഭാഷാ വികാസം നോം ചോംസ്കി, വൈഗോട്സ്കി. ഭാഷാ വികാസം ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് കണ്ടുവരുന്നതാണ് ഈ രണ്ട് പേരുകൾ, നോം ചോംസ്കി ആൻഡ് വൈഗോട്സ്കി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ മറ്റു കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ താങ്ക് യു.